സിന്ധൂർ പാക് പിന്തുണയുള്ള ഭീകരതയ്ക്ക് എതിരായ ഭാരതത്തിന്റെ യുദ്ധമായിരുന്നു. ഈ യുദ്ധത്തിൽ സംഭവിച്ച ഏറ്റവും ഗൗരവകരമായ കാര്യം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? അമേരിക്കയുടെ നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷന്റെ വിമാനം പാകിസ്ഥാനിൽ എത്തി എന്നും ലാഹോറിൽ ഇറങ്ങി എന്നും കിരാന മലനിരകൾക്ക് സമീപം പറന്നു എന്നും ഫ്ലൈറ്റ് ഡേറ്റ അടക്കമുള്ള പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാനിൽ ഒരു ആണവ സുരക്ഷാ പ്രശ്നം ഉണ്ടായിരിക്കുന്നു എന്ന് US മനസ്സിലാക്കുകയും അതിന്റെ തോത് വിലയിരുത്തുന്നതിനായി ഇൻസ്പെക്ഷൻ സൗകര്യമുള്ള വിമാനം അയക്കുകയും ചെയ്തു എന്നാണ്. പാകിസ്ഥാനിൽ സർഗോദയ്ക്കടുത്തുള്ള കിരാന മലനിരകൾക്ക് സമീപം ആണവ വികിരണ ചോർച്ച കണ്ടെത്തിയതാണ് തിടുക്കപ്പെട്ടുള്ള ഈ പരിശോധനയ്ക്ക് കാരണം എന്ന് പ്രാഥമികമായി കരുതാം. എങ്കിലും പാകിസ്ഥാൻ ആവശ്യപ്പെടാതെ US പരിശോധനയ്ക്ക് എത്തും എന്ന് പറയാൻ കഴിയില്ലായിരുന്നു. ആണവ വികിരണ ചോർച്ച US നേരിട്ട് കണ്ടെത്തി എന്ന് കരുതാനും ആകില്ല. പാകിസ്ഥാൻ തന്നെ പ്രശ്നം മനസ്സിലാക്കി US-നെ അറിയിച്ചതായിരിക്കണം. അടിയന്തര വെടിനിർത്തലിന് കാരണം പോലും ഇതാകാം. ഈ യുദ്ധവേളയിൽ പാകിസ്ഥാനിൽ ആണവ വികിരണ ചോർച്ച ഉണ്ടാകാൻ 2 സാധ്യതകളാണ് പറയപ്പെടുന്നത്. ഒന്ന്, ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനായി സ്റ്റോക്ക് പൈൽ വാർഹെഡിൽ ഘടിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ചെയ്യും മുൻപേ തന്നെ എന്തെങ്കിലും പരീക്ഷണത്തിന് മുതിരുമ്പോഴോ കൈകാര്യം ചെയ്യുന്നതിലെ പിഴവ് കാരണം സംഭവിക്കാവുന്ന ഒരു വികിരണ ചോർച്ചയാകാം. 2, ശത്രു രാജ്യത്തിന്റെ ആക്രമണത്തിൽ സ്റ്റോക്ക് പൈൽ ഉള്ളിടത്ത് സംഭവിച്ചിരിക്കുന്ന സ്ട്രക്ചറൽ ഡാമേജ് ആകാം. രണ്ടും സാധ്യത ഉള്ളത് തന്നെയാണ്. എങ്കിലും രണ്ടാമത് പറഞ്ഞ കാര്യത്തിനാണ് കൂടുതൽ സാധ്യത ഉള്ളത്. ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റിയിലെ പരിചയസമ്പന്നരായ സയന്റിസ്റ്റുകൾ, ടെക്നീഷ്യന്മാർ എന്നിവർ കൈകാര്യം ചെയ്യുന്ന ആയുധ ശേഖരത്തിൽ കൈകാര്യ പിഴവുകൾ സാമാന്യഗതിയിൽ വരേണ്ട ഒരു രീതി ഇല്ല. എങ്കിലും പാകിസ്ഥാന് ആണവായുധ പരീക്ഷണങ്ങൾ നടത്തിയുള്ള ഡേറ്റയുടെയും അതുപോലെ തന്നെ പരിചയത്തിന്റെയും ഒക്കെ കുറവ് സ്റ്റോക്ക് പൈലിനെ ഡീറ്റോണേറ്റർ ഘടനയിലേക്ക് മാറ്റുമ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യത അവിടെയുണ്ട്. പക്ഷേ ഇന്ത്യ പോലെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു രാജ്യത്തിന് പാകിസ്ഥാൻ പോലൊരു വിശ്വസിക്കാൻ കഴിയാത്ത രാജ്യവുമായി ഇടപെടുമ്പോൾ റിസ്ക് എടുക്കാൻ വയ്യാത്തതിനാൽ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രിയംറ്റീവ് ആക്ഷൻ ഉണ്ടായിരിക്കാൻ എല്ലാ സാധ്യതയും ഉണ്ട് താനും. അതായത് പാകിസ്ഥാൻ ആണവായുധം വാർഹെഡ് എന്ന നിലയിൽ തയ്യാറാക്കും മുൻപേ തന്നെ അവരുടെ ആയുധ ശേഖരത്തെ ഇന്ത്യ തകർത്തിരിക്കാം. അത്യാവശ്യം സമയം എടുത്താണ് യുദ്ധവേളയിലാണെങ്കിൽ പോലും നമ്മുടെ സ്റ്റോക്ക് പൈൽ ആണവായുധം എന്ന നിലയിൽ മിസൈലിൽ അല്ലെങ്കിൽ വിമാനത്തിൽ ഘടിപ്പിച്ച് സജ്ജമാക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഗോൾഡൻ അവറിൽ പ്രയോഗിക്കപ്പെടാൻ പോകുന്ന ആണവായുധത്തെ നിർവീര്യമാക്കണം എങ്കിൽ ഒന്നുകിൽ അതിൻ്റെ സ്റ്റോറേജ് തകർക്കണം, അല്ലെങ്കിൽ ലോഞ്ച് പാഡ് തകർക്കണം. അതും അല്ല എങ്കിൽ അവയ്ക്ക് രണ്ടിനും ഇടയിലുള്ള യാത്രയിൽ ഈ ആയുധം നശിപ്പിക്കണം. ഇതിൽ ഏറ്റവും നല്ലത് സ്റ്റോറേജ് തകർക്കുക എന്നത് തന്നെയാണ്. മിക്കയിടത്തും ഭൂമിക്കടിയിലുള്ള കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ മലകൾക്കുള്ളിലോ ആകാം സംഭരണം എന്നതിനാൽ അവിടെ തകർക്കുന്നതാണ് ശക്തവും സുരക്ഷിതവും. 1, സ്റ്റോക്ക് പൈൽ മുഴുവൻ ഡാമേജ് ആയി എന്ന് വരും. 2, പുറമേക്കുള്ള വികിരണ ഭീഷണി അത് അത്രയും കുറയുകയും ചെയ്യും. പാകിസ്ഥാന്റെ സ്റ്റോക്ക് പൈൽ സംഭരണ കേന്ദ്രം എവിടെ എന്ന് ഇന്ത്യൻ ഏജൻസികൾ പണ്ടേ കണ്ടെത്തിയിരിക്കണം. സ്വാഭാവികമായും അവിടെയായിരിക്കും അടിക്കുക. സർഗോദയിലും പരിസരങ്ങളിലും ഇന്ത്യയുടെ ആക്രമണം നടന്നു എന്ന് അപ്പോൾ തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ്. അത്തരം റിപ്പോർട്ടുകൾ വന്നു എന്നത് ഇന്ത്യ അവിടെ പ്രഹരിച്ചിരിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് ഇന്ത്യ പരസ്യമായി അഡ്മിറ്റ് ചെയ്യാൻ സാധ്യത കുറവുമാണ്. അങ്ങനെ ചെയ്താൽ അത് MM മണിയുടെ 1, 2, 3 പ്രസംഗം പോലെ ആയിപ്പോകും. ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണം അന്താരാഷ്ട്ര ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് തന്നെയാണ് ഇതിന് കാരണം. എന്നാൽ അതാരും ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് പറയേണ്ടത്. ഇറാന്റെ ന്യൂക്ലിയർ ഗവേഷണ കേന്ദ്രങ്ങളെ ഇസ്രായേൽ നേരിട്ടോ പരോക്ഷമായോ പ്രഹരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സംസാര വിഷയം തന്നെയാണ്. ഇറാന്റെ ന്യൂക്ലിയർ ഗവേഷണ കേന്ദ്രങ്ങളെ ഇസ്രായേൽ നേരിട്ടോ പരോക്ഷമായിട്ടോ പ്രഹരിച്ചിട്ടുണ്ട് എന്നുള്ളത് സംസാര വിഷയമാണ്. ചെയ്തു എന്ന് പറയില്ല എന്ന് മാത്രം. നമ്മൾ മലനിരയിൽ അടിച്ചു എങ്കിൽ ഇസ്രായേൽ ഗാസയിൽ ടണൽ തകർത്ത പോലെ അടിയിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് സ്ഫോടനം ഉണ്ടാക്കിയിരിക്കാനാണ് കൂടുതലായിട്ടും സാധ്യതയുള്ളത്. ഗാസയിൽ ഹമാസും ഇവിടെ ആണവ ലാബും ആണ് എന്നതാണ് 2 വ്യത്യാസങ്ങളായുള്ളത്. ആണവ ലാബ് പാറകൾക്കകത്ത് കൂടുതൽ സുരക്ഷിതമായ ഭാഗത്ത് ആയിരിക്കുകയും ചെയ്യും. നമ്മൾ അതടിച്ച് തീർച്ചയായും തകർത്തിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഇതുകൊണ്ടുള്ള കോട്ടം പാകിസ്ഥാന് തന്നെയാണ്. കിരാന മലനിരകൾക്ക് അകത്തുള്ള ആണവ കേന്ദ്രത്തിൽ പുറത്തേക്ക് വികിരണം വരാൻ പാകത്തിൽ സ്ഫോടനം നടന്നിട്ടുണ്ട് എങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ എല്ലാ ആണവ മോഹങ്ങളും അതോടുകൂടി കുഴിച്ചു മൂടപ്പെട്ടുകയായിരുന്നു. അങ്ങനെ ഇന്ത്യക്ക്
അത് ഒരു വലിയ നേട്ടമായി മാറുകയും ചെയ്തു.